Dear students, in this video I will be discussing the fourth module of electrodynamics paper 2. So this is our last module in this paper, and in this module we will be discussing about the applications of static and time varying electromagnetic fields. So in this particular video we will be discussing the deflection of a charged particle as well as the principle of a cathode ray oscilloscope, that is CRO. So let's begin with the deflection of a charged particle in a static electric field. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. സോ ദാറ്റ് ഈസ് F is equal to Q times E, where Q is the charge and E is the electrostatic field in the region. Now so force ഒരു പാർട്ടിക്കിളിൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന സമയത്ത് ദാറ്റ് ട്രാജക്ടറി ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി അഫക്റ്റഡ് അല്ലേ. സോ വി ക്യാൻ കൺട്രോൾ ദ ട്രാജക്ടറി ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. സോ ഇതാണ് ശരിക്കും എ പ്രിൻസിപ്പിൾ ഓഫ് CRO എന്ന് പറയുന്നത്. അതുപോലെ സൈക്ലോട്രോൺ, ഇൻജെറ്റ് പ്രിൻ്റർ, വെലോസിറ്റി സെലക്ടർ, ഈ ഇത്തരം ഡിവൈസസിൻ്റെ ഒക്കെ മെയിൻ പ്രിൻസിപ്പിൾ ഇതാണ്. ഓക്കെ, so you can deflect the trajectory of a or you can control the trajectory of a charged particle using a static electric field. Now to elaborate on this point, let us consider a charged particle with a charge plus Q, which is having positive charge and mass m, which is moving in the x direction with velocity ux. അപ്പം x ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. And at time t equal to 0, the charged particle enters the region between a pair of parallel plates. അതായത് ഒരു പ്ലസ് ക്യൂ ചാർജ് എക്സ് ആക്സിസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ് ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈം t equal to 0 ആവുന്ന സമയത്ത് പാർട്ടിക്കിൾ ഇവിടെയാണ്, അറ്റ് ദ ഒറിജിൻ ഓഫ് ദീസ് കോർഡിനേറ്റ് സിസ്റ്റം. സോ വി ആർ കൺസിഡറിങ് ദ XZ പ്ലെയിൻ ഹിയർ. XZ പ്ലെയിനിലാണ് മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ടൈം t equal to 0 അതിനൊരു വെലോസിറ്റി ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ദർ ഇസ് എ വെലോസിറ്റി ux. ഇസഡ് ഡയറക്ഷനിൽ വെലോസിറ്റി ഒന്നുമില്ല. അറ്റ് ടൈം t equal to 0 ഇസഡ് ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല, കാരണം പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിൽ മാത്രമാണ്. ഓക്കെ, സോ ദർ ഇസ് നോ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഇൻ ദി ഇസഡ് ഡയറക്ഷൻ അറ്റ് ടൈം t equal to 0. നൗ so at time t equal to 0 it enters the region between two parallel plates. രണ്ട് പാരലൽ പ്ലേറ്റ്സിൻ്റെ റീജിയനിലേക്കാണ് ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. സോ ദിസ് പാരലൽ പ്ലേറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V0. ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 ആണ്. സോ അപ്പർ പ്ലേറ്റ് പോസിറ്റീവ് ആണ്, ലോവർ പ്ലേറ്റ് നെഗറ്റീവ് ആണ്. സോ ഇവിടുത്തെ നമ്മൾ ഈ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് V0 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ്സ് ആണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ്സ് നമ്മൾ എടുക്കുന്നത് L ആയിട്ടാണ്. സോ ഈ ഒരു ജോമെട്രി എടുക്കുന്നത് സെൻട്രൽ 0, മേലെയുള്ള ദൂരം L/2, താഴേക്കുള്ള ദൂരം -L/2 ആണ്. സോ ഓൾ ടുഗെദർ ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് L ആണ്. സോ ദ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് V0 ഡിവൈഡ് ബൈ L ആണ്. ഓക്കെ, നൗ അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇറ്റ് വിൽ ബി ഇൻ ദ നെഗറ്റീവ് Z ഡയറക്ഷൻ. Okay, so electric field inside the plates is given by minus V0 L Z cap. Okay, so ടെക്സ്റ്റിൽ AZ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന നൊട്ടേഷനിൽ ഞാൻ എഴുതിയതാണ് Z cap. Z cap എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ അറൗണ്ട് ദ Z ഡയറക്ഷൻ. AZ എന്ന് എഴുതിയ കളിയാണ് കറക്റ്റാണ്. AZ ഇസ് എ യൂണിറ്റ് വെക്ടർ അറൗണ്ട് Z cap ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നൗ അപ്പോൾ ഇവിടെ ഉള്ള ചാർജിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു E ആയിരിക്കും. സോ F is equal to Q ഇൻറ്റു E. ഈ നമുക്കറിയാം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് സൈൻ വരാൻ കാര്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, നൗ ദ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു -Q V0 ബൈ L Z cap. സോ ദ ഫോഴ്സ് വിൽ ബി ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതോറും അതിന് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പാർട്ടിക്കിൾ ഈ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതോറും ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഇറ്റ് ജനറേറ്റ്സ് ആൻ ആക്സലറേഷൻ ഇൻ ദി Z ഡയറക്ഷൻ. ഈ Z ഡയറക്ഷൻ ഡൗൺവേർഡ് നെഗറ്റീവ് Z ഡയറക്ഷനിലൊരു ആക്സലറേഷൻ
അനുഭവപ്പെടുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി ഫോഴ്സ് ആക്ടിങ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഇപ്പോൾ ആക്സലറേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ദർ ഇസ് എ വെലോസിറ്റി കമ്പോണൻറ്റ്, ഇസഡ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇസഡ് കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ് ആ കമ്പോണൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ആസ് ഇറ്റ് ട്രാവൽസ് ദ റീജിയൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പം ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഒരു ഇസഡ് ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, നൗ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ പ്രകാരം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, ആക്സലറേഷൻ ഞാൻ AZ എന്ന് കൊടുത്തു. സോ ദിസ് ദ ആക്സലറേഷൻ ഇൻ ദി ഇസഡ് ഡയറക്ഷൻ അല്ല. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇസഡ് ഡയറക്ഷനിലാണ് ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ MAZ ഈക്വൽ ടു ആ ഫോഴ്സാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ -qv0/L z cap. ഇതിൽ നിന്ന് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, can find out the acceleration. ആക്സലറേഷനിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻസ് വൺ ഡയമെൻഷണൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? VZ ഈക്വൽ ടു UZ പ്ലസ് AZT, V ഈക്വൽ ടു U പ്ലസ് AT അല്ലേ. സോ UZ എന്ന് പറഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇസഡ് ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല. ഓക്കെ, സോ UZ ഈസ് 0. സോ VZ എന്ന് പറയുന്നത് AZ ഇൻറ്റു T ആണ്. ഓക്കെ, സോ AZ നമുക്ക് ഇവിടെ അറിയാം, T നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. T ഈസ് ദ ടൈം. നൗ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ ഇസഡ് ഡയറക്ഷൻ, അതായത് ഈ ഡയറക്ഷനിൽ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പം ഈ എക്സ് ആക്സിസിൽ നിന്ന് ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ഈ ആക്സിസിൽ നിന്നും ഇവിടേക്കുള്ള ഇതിൻ്റെ പാത്തിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. അതെങ്ങനെ കണ്ടുപിടിക്കും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ ബൈ വൺ ഡയമെൻഷണൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ½ AT². അപ്പോൾ U എന്ന് പറയുമ്പോൾ ഇസഡ് ഡയറക്ഷനിലുള്ള U എടുക്കണം, ഇനീഷ്യൽ വെലോസിറ്റി എടുക്കണം. AZ എന്ന് പറയുമ്പോൾ ഇസഡ് ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ്റെ കമ്പോണൻറ്റ് എടുക്കണം. ഓക്കെ, UZ അറ്റ് ടൈം t ഈക്വൽ ടു 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഇസഡ് ഡയറക്ഷന് നമ്മൾ Z എന്ന് കൊടുക്കാം. Z ഈക്വൽ ടു ഇത് ഫസ്റ്റ് ടേം 0 ആയി, സെക്കൻഡ് ടേം ½ AZT² എന്ന് വരും. ഓക്കെ, AZ നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, നൗ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് us കൺസിഡർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. അതായത് പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. സോ ദിസ് ഇസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഇസഡ് ഡയറക്ഷൻ. ഇനി ഈ എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ അതെങ്ങനെ കണ്ടുപിടിക്കും? അഗെയിൻ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യുക, എന്നിട്ട് എക്സ് കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എസിന് എക്സ് എന്ന് കൊടുക്കാം. നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത് UX ആണ്, UX ഇൻറ്റു T. പക്ഷേ ഇവിടെ AX, അതായത് ആക്സലറേഷൻ ഇൻ ദ എക്സ് ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ടോ? ഇല്ല. കാരണം ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇസഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ആക്സലറേഷൻ ഈസ് ഓൺലി ഇൻ ദി ഇസഡ് ഡയറക്ഷൻ. സോ എക്സ് ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല. സോ AX എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേം ഇവിടെ ഉണ്ടാവില്ല. സോ ഇതിൽ ഗെറ്റ് X ഈക്വൽ ടു UX ഇൻറ്റു T എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ടൈം ഈക്വൽ ടു X/UX. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുക, അവിടേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് X ആയിട്ട് എടുക്കുക, അവിടെയുള്ള ഇസഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇത്. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് നടത്താൻ വേണ്ട ടൈമാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു X/UX. അതായത് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്നുള്ളത്. അപ്പം ഈ പ്ലേറ്റിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ട ടൈം എത്രയായിരിക്കും? അതായത് പ്ലേറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് പ്ലേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് D ആണെങ്കിൽ, അതായത് X ഇത്രയും കവർ ചെയ്യാൻ വേണ്ട ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കാം അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കാം? സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി. സോ D/UX. നൗ നമുക്ക് A അറിയാം, ആക്സലറേഷൻ അറിയാം ഇൻ ദിസ് ഡയറക്ഷൻ, അതുപോലെ ടൈം, ആ പോയിന്റിലേക്ക് സഞ്ചരിക്കാനെടുത്ത സമയം അറിയാം. അങ്ങനെയെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദി ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ ഈക്വൽ ടു ½ AZT² ആണ്. A എന്ന് പറയുന്നത് AZ എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷനാണ്, T² എന്ന് പറഞ്ഞാൽ X/UX² ആണ്. ഓക്കെ, സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ വിൽ ഗെറ്റ് QV0/2ml
into x by ux whole square. So ഇതാണ് displacement in the z direction when a particle travels in a uniform electric field which is kept between the two parallel plates. Okay, now equation നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, അതായത് കമ്പയർ ചെയ്യാം. സോ ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു ഓഫ് ദ ഫോം y സ്ക്വയർ ഈക്വൽ ടു 4ax എന്നുള്ള ഫോം. അതായത് ഇതിന്ന് എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ 1/4a y സ്ക്വയർ ഈ ഒരു ഫോമിലാണ് അല്ലേ. ഇവിടെ എക്സിന് പകരം ഇവിടെ z ആണുള്ളത്, y സ്ക്വയറിന് പകരം ഈ ഒരു ടേം x by u സ്ക്വയർ ആണുള്ളത്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷനാണ്. ദിസ് ആൻ ഇക്വേഷൻ ഫോർ ദ പരാബോള അല്ലേ. അപ്പം so this equation 5 will be a parabolic will be an equation for a parabola. അപ്പോൾ ഇത് ഇക്വേഷൻ ഫോർ എ പരാബോള ആണെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് പാർട്ടിക്കിളിൻ്റെ ട്രാജക്ടറി ഒരു പരാബോളിക് ആയിട്ടുള്ള ട്രാജക്ടറി ആയിരിക്കും. അതായത് ഈ ട്രാജക്ടറി എന്ന് പറയുന്നത് ഒരു പരാബോളിക് ആയിട്ടുള്ള ട്രാജക്ടറി ആയിരിക്കും. ഓക്കെ, നൗ ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദിസ് പരാബോള ഓർ ദ inclination or that all depends upon the variables like q, v0, m, l, etc. Okay, so we have gone through the deflection of a particle when it is traveling in a electric field which is maintained in two parallel plates. And ഇത് തന്നെയാണ് ഒരു CROൻ്റെ പ്രിൻസിപ്പിൾ. CROയിൽ നമ്മൾ 2 തരത്തിലുള്ള പാരലൽ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതേ പ്രിൻസിപ്പിൾ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. സോ വിച്ച് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.